ഹരേ കൃഷ്ണ. സർവം ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു. ആത്മജ്ഞാനത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് വന്നാൽ നമ്മുടെ മനസ്സവിടെ സ്ഥിരമായിട്ട് നിൽക്കില്ല. ആത്മജ്ഞാനം എന്ന് വെച്ചാൽ അവനവനെ തന്നെ അറിയുന്ന ജ്ഞാനം. ആ ഒരു ജ്ഞാനം മറ്റുള്ള ഭക്തിമാർഗത്തിനേക്കാളൊക്കെ വ്യത്യസ്തമാണ്. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി അല്ലെങ്കിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടുന്നത് എവിടാണെന്നൊക്കെ കരുതി അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ചിന്തകളല്ല ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ. ആത്മജ്ഞാനം എന്ന് വെച്ചാൽ നമ്മൾ ആരാണെന്നുള്ള ചിന്തയിലേക്ക് കടന്നു വരുമ്പോൾ നാം ക്രമേണ ആ ഒരു തലത്തിലേക്ക് വന്ന് മറ്റുള്ള കാര്യങ്ങളിലേക്ക് വലിയൊരു താല്പര്യമില്ലാതൊക്കെ വരും. കാരണം ഭഗവാനാണ് നമ്മെ നിലനിർത്തുന്നതെന്നും നമുക്ക് ആശ്രയിക്കുവാൻ ഏക മാർഗം ഭഗവാനാണെന്നുള്ളൊരു തിരിച്ചറിവ് വരുമ്പോൾ നമ്മൾ മറ്റ് ദേവീ ദേവതാ സങ്കല്പങ്ങളെ ആ സങ്കല്പങ്ങളിലൂടെ ഭഗവാനെ ആരാധിക്കാം. നമ്മുടെ മനസ്സിൻ്റെ തലമനുസരിച്ച് നമ്മുടെ തലം, നമ്മുടെ ഭക്തിയുടെ തലം, ബുദ്ധിയുടെ തലം ഒക്കെ ഉയരുന്നതനുസരിച്ച് നമ്മൾ ക്രമേണ ഒരിടത്തേക്ക് തന്നെ സഞ്ചരിക്കും. പല വഴികളിലൂടെ ഒഴുകി പല പേരുകളിലൂടെ ഒഴുകി ഒരു നദി അവസാനം മഹാപ്രവാഹത്തിലേക്ക് ചെന്നടുക്കില്ലേ? ഒരു നദിക്ക് തന്നെ എത്രയോ പേരുകളാണ് പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ. അങ്ങനെ ചെന്നിട്ട് അവസാനം സമുദ്രവുമായി സംഗമിക്കുമ്പോൾ അതൊരൊറ്റ പേരിൽ ഒരൊറ്റ സ്ഥാനത്തിലൂടെയാണ് ചെന്ന് അവിടെ ചേരുന്നത്, ലയിക്കുന്നത് എന്ന് പറയുന്നത് പോലെ നാം നമ്മുടെ ഈ ജീവസന്ധാരണത്തിന്, ഭൗതിക ജീവിതത്തെ ഒന്ന് നേർവഴി കൊണ്ടുപോകുവാൻ, സമാധാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ പല വഴികൾ അന്വേഷിക്കും. ഈ പല വഴികൾ അന്വേഷിച്ചിട്ടും സ്വസ്ഥതയോ സമാധാനമോ കാര്യസാധ്യമോ ഒന്നും കിട്ടുന്നില്ല എങ്കിൽ ഇതൊന്നും ശരിയല്ല എന്ന് നമുക്ക് തോന്നും. അപ്പോൾ നാം അതിൽ നിന്നെല്ലാം അകന്നുപോയി ആകെ ഒരു ബുദ്ധിമുട്ടിൽ, മാനസികമായ ഒരു വിഷമത്തിൽ, ആരും എന്നെ സഹായിക്കാനില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ വെറുതെയാണ്, ഇവിടെ അങ്ങനെ ഒരു ശക്തിയൊന്നുമില്ല, ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കില്ലേ എന്നൊക്കെ നമുക്ക് സ്വയം അങ്ങോട്ട് ചോദ്യം തുടങ്ങും. ആ സ്വയം ചോദിക്കുന്ന ചോദ്യങ്ങളുടെ അവസാനമാണ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം. നാം നമ്മുടെ ഉള്ളിലേക്ക് തന്നെയാണ് ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ശരിയായ ആൻസർ, ശരിയായ വഴി തെളിഞ്ഞു വരും. ആ തെളിഞ്ഞു വരുന്ന വഴിയിലൂടെ നാം പതുക്കെ മെല്ലെ മുന്നോട്ട് സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് തോന്നും ഈ വഴിയിൽ ഞാൻ തനിച്ചേ ഉള്ളൂ എന്ന് തോന്നും. അപ്പോൾ നമുക്ക് ആകെ ഒരു ഡിപ്രഷൻ തോന്നും. ഈ വഴിയിലേക്ക് ആരും കടന്നു വരുന്നില്ലല്ലോ, എനിക്ക് കൂട്ടിനാരും ഇല്ലല്ലോ എന്ന്. നമ്മൾ എടുക്കുന്ന വഴി അധികം ആരും സഞ്ചരിക്കാത്ത വഴിയാണ്. അഥവാ അധികം ആരെങ്കിലും സഞ്ചരിക്കാൻ തുടങ്ങിയാൽ തന്നെ അവർ പല കാരണങ്ങൾ കൊണ്ട് ആ വഴിയിൽ നിന്ന് പിന്തിരിഞ്ഞു പോകും. അത് കടന്നു പോകുവാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട്. ആ ബുദ്ധിമുട്ട് എന്താണ്? നമ്മൾ ഈ വഴിയിലൂടെ സഞ്ചരിച്ച് വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ അറ്റാച്ച്മെൻറ്റുകളാണ് ആദ്യം. നമ്മളുടെ ആഗ്രഹങ്ങൾ, നമ്മൾ ഒരുപാട് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നതിൽ നിന്ന് നമുക്ക് താല്പര്യമൊക്കെ ക്രമേണ കുറയും. അങ്ങനെ ആ കുറയുമ്പോൾ പിന്നെ താല്പര്യം വരുന്ന ഒരു കാര്യം വേണം. എപ്പോഴും ജീവിതം ഏതെങ്കിലും ഒരു അറ്റാച്ച്മെൻറ്റിൽ ലയിച്ച് കിടന്നാലേ ആ ജീവിതത്തിലൊരു രസമുള്ളൂ, ഒരു അനുഭവമുള്ളൂ, അല്ലെങ്കിൽ ഒരു സൗന്ദര്യമുള്ളൂ, അല്ലേ? എന്തിനോടെങ്കിലും ഒന്ന് അറ്റാച്ച്ഡ് ആവണം. ഇപ്പം വ്യക്തികൾ തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റാണ് ജീവിതത്തെ വർണ്ണാഭമാക്കുന്നത്. അതുകൊണ്ടാണ് ഈ യൗവനകാലത്ത് പ്രണയത്തിലേർപ്പെടുകയും അല്ലെങ്കിൽ സൗഹൃദങ്ങളിലും സ്നേഹബന്ധത്തിലും അല്ലെങ്കിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങളും ഒക്കെ വളരെ ഗ്ലോറിഫൈ ആയിട്ട് വളരെ നമ്മുടെ മനസ്സിനെ വളരെ പ്രഫുല്ലമാക്കുന്നത് ആ അറ്റാച്ച്മെൻറ്റാണ്. അത്രയ്ക്ക് കടുത്ത അറ്റാച്ച്മെൻറ്റാണ് വ്യക്തിബന്ധങ്ങൾ തമ്മിൽ. ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നു, അവരുടെ കരുതലും സ്നേഹവും പ്രണയവും മറ്റേയാൾക്ക് തണലാകുന്നു. ആ ആളില്ലെങ്കിൽ മറ്റേയാളുടെ ജീവിതം വളരെ വിരസമായിരിക്കും, നിരാശയായിരിക്കും. അങ്ങനെ ആ നിരാശയിലൂടെ കടന്നു പോകുമ്പോൾ വീണ്ടും രണ്ടുപേരും ഒന്നിക്കുന്നു. അങ്ങനെ ആ വിരഹവും സമ്മേളനവും കൂടി കലർന്ന് സന്തോഷമായിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ അവിടെ ഒരു അറ്റാച്ച്മെൻറ്റാണ് ജീവിതത്തെ സന്തോഷപ്രദമാക്കിയതെന്ന് നമുക്ക് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ മനസ്സിലാകും. പക്ഷേ നമ്മൾ ഈ പറയുന്ന
അനുഭവങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇതിൽ നിന്നും നമുക്ക് സന്തോഷം കിട്ടുന്നില്ല, നമുക്ക് സ്ഥായിയായ സുഖം കിട്ടുന്നില്ല, നമുക്ക് ഇതൊന്നും അല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് തോന്നുന്നവർ മാത്രം സ്വീകരിക്കുന്ന കാര്യമാണ്. എല്ലാവരും ഇതിൽ തന്നെ ലയിച്ച് കിടക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും. അപ്പോൾ അങ്ങനെ ഒരു തോന്നലുണ്ടാകുന്നത് തന്നെ ജീവിതത്തിൽ ഒരു നിതാന്തമായ നിത്യമായ ഒരു സന്തോഷം കിട്ടുവാനുള്ള ഒരു തുടക്കമാണ്. ഇതൊന്നുമല്ല യഥാർത്ഥ സന്തോഷം എന്ന് തിരിച്ചറിയുന്നവർ മറ്റൊരു വഴി തിരഞ്ഞെടുക്കുന്നത് തന്നെ അവരുടെ ജീവിതത്തിൻ്റെ എന്തോ ഒരു മുജ്ജന്മ ഭാഗ്യം കൊണ്ടാണ്. കാരണം അവർ എത്ര വേഗം ആ വഴി കണ്ടെത്തുന്നുവോ തിരിച്ചറിയുന്നുവോ അവർ അവിടം മുതൽ തന്നെ ശാന്തമാവുകയാണ്, അവരുടെ മനസ്സ് തിരെ അടങ്ങുകയാണ്, സ്വസ്ഥമാവുകയാണ്. അത് കണ്ടെത്താത്തവരുടെ മനസ്സ് അവസാന കാലം വരെയും കോളിളക്കങ്ങൾ കൊണ്ട് പ്രകമ്പനം കൊണ്ട് നടക്കും. അപ്പോൾ ആ ശരിയായ വഴി എത്ര വേഗം കണ്ടെത്തുന്നുവോ ആ കണ്ടെത്തുവാൻ തന്നെ ഒരു മുജ്ജന്മത്തിൽ ഒരു ഭഗവാനുമായിട്ടുള്ള ഏതെങ്കിലും ഒരു സമ്പർക്കം വേണം. അങ്ങനെയുള്ളവർക്കേ അതിലേക്ക് വരുവാൻ പറ്റൂ. അതുകൊണ്ടാണ് ഈ വാക്കുകൾ, ഭഗവാനെക്കുറിച്ച് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുന്നത് തന്നെ പൂർവ്വജന്മ സുകൃതം ലഭിച്ചവർക്കേ പറ്റൂ. അല്ലാതുള്ളവർ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇതിൽ ഈ സോഷ്യൽ മീഡിയയിൽ മറ്റനേകം സംഭവങ്ങളൊക്കെ ഉണ്ട്, അതുമൊക്കെ ആസ്വദിച്ച് അവരുടെ ജീവിതത്തെ അതിലൊക്കെ കെട്ടിയിടും. അപ്പോൾ ആ കെട്ടിയിടയിലൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ കെട്ടൊക്കെ അഴിയുമ്പോഴാണ് അവരിതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നത്. അപ്പോഴേക്കും അവരുടെ കാലമൊക്കെ കഴിഞ്ഞു പോകും. അതുകൊണ്ട് ശരീരത്തിന് ബലവും ബുദ്ധിയും സ്ഥിരതയും ഓർമ്മയും ഒക്കെ ഉള്ള സമയം തന്നെ ഏതാണ് യഥാർത്ഥത്തിൽ സന്തോഷം തരുന്ന വഴി എന്ന് കണ്ടെത്തുവാൻ നമുക്ക് കഴിയുന്നത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്. അപ്പോൾ എത്രയും നേരത്തെ നമുക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ജീവിതത്തെ ഏതെങ്കിലും കാര്യങ്ങളുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നവർക്ക്, അതുകൊണ്ടാണ് കുട്ടികളുടെയൊക്കെ പ്രായമായി കഴിയുമ്പോൾ കുട്ടികളുടെ സ്നേഹം ആഗ്രഹിച്ച് അവരിലേക്ക് മനസ്സ് കെട്ടിയിടുന്നു. ആദ്യം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണ് ആ കെട്ടെങ്കിൽ പിന്നീട് കുട്ടികളിലേക്കും കൂടി ആ കെട്ടുപോകും. അതിനുശേഷം കുട്ടികളുടെ കുഞ്ഞുങ്ങൾ, അവരുടെ ജീവിതം ഒക്കെയായിട്ട് നമ്മൾ എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തെ ഒന്ന് കെട്ടിയിട്ടാലേ നമുക്കൊന്ന് ഒരു സ്വസ്ഥത കിട്ടത്തുള്ളൂ, ഒരു സന്തോഷം കിട്ടത്തുള്ളൂ, ഒരു ആനന്ദത്തിലൂടെ നിത്യേന നമുക്ക് കടന്നു പോകാൻ കഴിയുകയുള്ളൂ. പക്ഷേ ആ കെട്ടിലൂടെ നമുക്ക് ആനന്ദം കിട്ടുമോ അതോ ദുഃഖമാണോ കൂടുതൽ കിട്ടുന്നത് എന്നും നമ്മൾ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ആത്മജ്ഞാനത്തിലേക്ക് ഇറങ്ങി വരുന്ന വ്യക്തികൾക്ക് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, അവരില്ലേ ഒരു കടവിൽ നിന്ന് ഇങ്ങോട്ട് വള്ളത്തിൽ കടന്നു വന്നിട്ട് ഇവർ എവിടെയും എത്താത്ത ഒരു നിലയില്ല കയത്തിലൂടെ വള്ളം ഓടിച്ചുകൊണ്ട് ഇങ്ങനെ തുഴഞ്ഞുകൊണ്ട് പോകുന്ന മാതിരി തോന്നും. എവിടെയും എത്തുന്നില്ല, എവിടെയൊന്നും അറ്റാച്ച്ഡ് ആകുന്നില്ല. അപ്പോഴാണ് അവർക്ക് എന്ത് സംഭവിക്കുന്നത്? അയ്യോ, ഇവിടെ ഈ വഴിയിൽ ഞാൻ തനിച്ചേ ഉള്ളല്ലോ എന്ന തോന്നലുണ്ടാകുന്നത്. അവിടെ ഒരു വിരക്തി അല്ലെങ്കിൽ ഒരു വിരസത അല്ലെങ്കിൽ ഒരു നിരാശ തോന്നുന്നത്, നമുക്ക് തിരിച്ചു പോകാം എന്ന് തോന്നുന്നത്. അപ്പോൾ നാം ഈ വഴി സഞ്ചരിക്കുമ്പോൾ അറ്റാച്ച്ഡ് ആകേണ്ടത് ഭഗവാനിലേക്കാണ്. ആ ഭഗവാനിലേക്കുള്ള കെട്ട് മുറുകുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ നാം നമ്മുടെ താല്പര്യങ്ങളിൽ നിന്ന്, നമ്മുടെ ആഗ്രഹങ്ങളിൽ നിന്നെല്ലാം നാം ക്രമേണ വിടുകയും നമ്മുടെ മനസ്സിൻ്റെ കെട്ടുപാടുകളെ ക്രമേണ ജീവിതവുമായിട്ടുള്ള ബന്ധനങ്ങളെ ക്രമേണ വിട്ടിട്ട് എവിടെയും എത്താത്ത ഒരവസ്ഥയിൽ നിരാശ ബാധിച്ച് മുന്നോട്ട് പോകണോ പുറകോട്ട് പോകണോ അതോ ഇത് അവസാനിപ്പിക്കണോ എന്നൊക്കെയുള്ള ചിന്തകളിലൂടെ ഇങ്ങനെ കടന്നു പോകും. അപ്പോൾ നാം ഒരിടത്തു നിന്ന് കെട്ടുവിടുവിച്ച് എങ്കിലും മറ്റൊരിടത്ത് കെട്ട് മുറുക്കണം. ആ മുറുകെ കെട്ടുന്ന കെട്ട് ഭഗവാനിലായിരിക്കണം. ഭഗവാനിൽ തന്നെ ആ കെട്ട് മുറുകി അതിലൂടെ ഒരു സന്തോഷം കിട്ടാത്തിടത്തോളം കാലം നമുക്ക് അതിൽ പൂർണ്ണമായിട്ടും ലയിച്ച് നിൽക്കുവാൻ, ഉറച്ചു നിൽക്കുവാൻ കഴിയില്ലാതെ വരും. അതുകൊണ്ടാണ് എപ്പോഴും ഭഗവാനെ വിളിക്കുന്നവർ അല്ലെ ആരാധിക്കാൻ തുടങ്ങുന്നവർക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഭഗവാനിലേക്ക് നമ്മൾ കടന്നു വന്നാൽ ബഹുദൂരം സഞ്ചരിച്ചാലേ നമുക്കതിന് കഴിയുകയുള്ളൂ. നമ്മൾ ആദ്യം തന്നെ നമ്മൾ ക്രമേണ അതിനുവേണ്ടി തയ്യാറെടുക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അതുവരെയും നാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നതിനൊക്കെ ക്രമേണ പ്രാധാന്യം കുറയും. ക്രമേണ അങ്ങനെ ജീവിതത്തിലെ നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളിൽ നാം മുറുക്കി അല്ലെങ്കിൽ പെട്ട് കിടന്നിരുന്ന പല സംഭവങ്ങളിൽ നിന്നും ക്രമേണ അത് അയഞ്ഞു പോകുവാൻ തുടങ്ങും. അങ്ങനെ പോയി അവസാനം നമ്മുടെ മനസ്സിനോട് പോലും നമുക്കൊരു
കെട്ടുപാടില്ലാത്ത ഒരവസ്ഥ വരും. നമ്മുടെ മനസ്സ് ജന്മാന്തരങ്ങളായി എത്രയോ പ്രായമുള്ളൊരു മനസ്സാണ്. അതിൽ എന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങളാണ് നാം ചെയ്തു കൂട്ടിയത്. പല രൂപങ്ങളിൽ, പല ജീവികളുടെ രൂപങ്ങളിൽ, പല മനുഷ്യരുടെ രൂപത്തിൽ, പല ഗുണങ്ങളിൽ എല്ലാം നമ്മൾ ധാരാളം അനുഭവങ്ങളുള്ളതാണ് നമ്മുടെ മനസ്സിന്. മനസ്സാണ് നമ്മളുടെ ഈ സൂക്ഷ്മതലത്തിൽ ഇരുന്നുകൊണ്ട് നമ്മളെ ഇതെല്ലാം ചെയ്യിപ്പിച്ച് ആത്മാവിനെ അതിന് സപ്പോർട്ടാക്കി എടുത്ത് മനസ്സുകൊണ്ടാണ് അത് ചെയ്തു കൂട്ടുന്നതൊക്കെ. അപ്പോൾ ഈ മനസ്സാണ് നമ്മളെ പല കാര്യങ്ങളിലേക്കും, വേണ്ടുന്നതിലേക്കും വേണ്ടാത്തതിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നത്. കാരണം ഇതിന് ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള പരിചയമുണ്ട്. പലതും ചെയ്ത് നമ്മുടെ ശരീരത്തിനാണ് ആ പരിചയക്കുറവ്. ആ പരിചയക്കുറവുള്ള ശരീരത്തെ കൊണ്ട് പരിചയം കൂടുതലുള്ള ഈ മനസ്സ് പലതിലേക്കും ഇങ്ങനെ ചാടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് എന്താണ്? ഭൗതികമായ കെട്ടുകൾ ക്രമേണ വിട്ടുകഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമ്മളുടെ മനസ്സിലേക്ക് നാം ഒട്ടിപ്പിടിക്കാതിരിക്കുക എന്നുള്ളതാണ്. മനസ്സിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കുക എന്ന് വെച്ചാൽ മനസ്സ് നമ്മൾ അവിടോട്ട് ചാടൂ ഇവിടോട്ട് ചാടൂ, അത് വേണം ഇത് വേണോ എന്നൊക്കെ പറയുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിനെ പ്രയോഗിച്ച് തെറ്റും ശരിയും പറഞ്ഞുകൊടുത്ത് അടക്കി നിർത്തുവാനുള്ള നിയന്ത്രണ ശക്തി നമുക്ക് വേണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലാകുന്നത്. ഇപ്പോൾ നാം ജീവിക്കുന്നത് മനസ്സിൻ്റെ നിയന്ത്രണത്തിലാണ്. മനസ്സിനറിയാവുന്ന പല കാര്യങ്ങൾ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നിരുന്ന് അതിലേക്കാണ് നമ്മൾ ചെന്ന് വീഴുന്നത്. എന്നാൽ അതിനെ നമ്മുടെ പരിധിക്ക് നിർത്തുമ്പോഴാണ് ശരിക്കും നമ്മൾ ആത്മനിയന്ത്രണം ഉള്ളവരായി മാറുന്നത്. അങ്ങനെ മാറിയാൽ മാത്രം പോരാ, അതിൻ്റെ ഒരു ഉറപ്പ് കിട്ടുവാൻ വേണ്ടി ഭഗവാനിൽ തന്നെ സന്തോഷം കണ്ടെത്താൻ ഒരു കെട്ടിയിടയിൽ ഭഗവാനുമായിട്ട് വേണം. അതിനു വേണ്ടി ഉള്ള ഒരു പ്രാർത്ഥന തന്നെ വേണം. ഭഗവാനെ, എനിക്ക് അവിടുത്തെ സ്നേഹം തരണം, അവിടുത്തെ സന്തോഷം തരണം, അവിടുത്തെ കരുതൽ തരണം, എങ്കിലേ എനിക്ക് പൂർണ്ണമായും ഞാൻ ഇറങ്ങിത്തിരിച്ച വഴിയിലൂടെ മുന്നേറുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ വഴി അറിയാതെ നാം പിന്നെ അവിടെ നിന്നു പോവുകയോ അല്ലെങ്കിൽ പിന്തിരിഞ്ഞു പോവുകയോ അല്ലെ മറ്റു പലരോടും വഴി ചോദിച്ച് അവർ കാണിച്ചു തരുന്ന വഴിയിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ നാം ശരിയായ വഴി ഈ ജന്മവും മനസ്സിലാക്കാതെ പോകും. ആ ശരിയായ വഴിയിലൂടെ സഞ്ചരിച്ച് മുന്നേറുന്ന ഓരോ വ്യക്തിക്കും യഥാർത്ഥത്തിലൊരു ഉള്ള സമാധാനം എന്താണ്, സന്തോഷം എന്താണ്? ജീവിതത്തിൽ ഒരു അപാരമായ സന്തോഷം ഒന്നും കിട്ടില്ല. കിട്ടണമെങ്കിൽ അതിലും നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകണം, ആനന്ദം അനുഭവിക്കണമെങ്കിൽ ഭഗവാനിൽ നിന്ന്. പക്ഷേ ഈ നമുക്ക് ചുറ്റുപാടും ഉണ്ടാകുന്ന, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരിക്കുകളൊന്നും നമ്മുടെ മനസ്സിനെ സ്പർശിക്കത്തില്ല, ഹൃദയത്തെ വേദനിപ്പിക്കുകയില്ല. അതുതന്നെ ഒരു വലിയ കാര്യമല്ലേ? ഒരു പരിക്കുകളും വേദനയും പ്രശ്നങ്ങളും ഇല്ലാതെ ജീവിതത്തെ ഇങ്ങനെ സ്മൂത്തായിട്ട് ഇങ്ങനെ തെള്ളിക്കൊണ്ട് പോവുക. ആനന്ദം ലഭിക്കുന്നതൊക്കെ അതിന് ശേഷമേ ഉള്ളൂ. അല്ലാതെ ഭഗവാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ പരമാനന്ദ നിർവൃതിയിൽ ലയിച്ച് എപ്പോഴും ബ്രഹ്മാനന്ദം അല്ലെങ്കിൽ പരമാനന്ദം ആത്മാരാമനായി ഇരിക്കാം എന്നൊന്നും കരുതാൻ നമ്മൾ ഗൃഹസ്ഥാശ്രമികൾക്ക് പറ്റില്ല. പക്ഷേ ഭഗവാനിലേക്ക് വന്നാൽ ഒന്നും ഉറപ്പാണ്, ഈ പുറമേ ഉള്ള കാര്യങ്ങളൊന്നും നമ്മെ അലട്ടുകയില്ല. അപ്പോൾ ഇന്നത്തെ ചിന്തകൾ ഇങ്ങനെയുള്ള ഭഗവാനെ അറിയുവാനുള്ള, ഭഗവാനിലേക്ക് എത്തിയാൽ ഉണ്ടാകുന്ന ആ ഉറപ്പിനെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ളതാകണം. അപ്പം നമുക്ക് ബഹുഭൂരിപക്ഷം വിഷമങ്ങളും വരുന്നത് നാം ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാത്തതിലാണ്. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴാണ് നമുക്ക് ഈ വിഷമങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിനെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ, നമുക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും അത് സാധിച്ചു കിട്ടുവാൻ ഭഗവാനോട് വളരെ സമൃദ്ധമായിട്ട് പ്രാർത്ഥിക്കണം. ആത്മാർത്ഥതയോടുകൂടി, ഡെഡിക്കേഷനോടുകൂടി പ്രാർത്ഥിക്കണം. അത് വെറും ഒരു കുറച്ച് എവിടെയെങ്കിലും അമ്പലത്തിൽ ചെന്ന് എന്തെങ്കിലും പൂജാരികളോട് പറഞ്ഞ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ സാധിക്കുന്നത് മാത്രമല്ല, നമ്മളത് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും വഴിപാടുകൾ ചെയ്ത് ആ കാര്യം സാധിക്കാൻ ശ്രമിക്കുന്നതിനോടൊപ്പം പൂർണ്ണമായ ഡെഡിക്കേഷൻ നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് ഭഗവാന്റെ മുമ്പിലുണ്ടാകണം. ഭഗവാനെ, ഈ വിഷയങ്ങൾ ഞാൻ അങ്ങയുടെ മുമ്പിൽ തരികയാണ്. എനിക്കത് എൻ്റെ ജീവിതത്തിൽ അല്ലെ എൻ്റെ കുഞ്ഞുങ്ങളുടെ, എൻ്റെ കുടുംബത്തിന് അത് അനുയോജ്യമാണെങ്കിൽ അവിടെ നിന്ന് അത് നടത്തി തരുവാൻ യാതൊരു താമസവും ഉണ്ടാകരുത്, തടസ്സവും ഉണ്ടാകരുത്. അതെനിക്ക് അനുയോജ്യമാണെങ്കിൽ അവിടുന്ന് സാധിച്ചു തരിക തന്നെ വേണം എന്ന് ആ വിഷയം ആ വ്യക്തികൾ എല്ലാം ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കണം. ഇത് ഇത്രയും
ഈ വിഷയങ്ങൾ ഇതിലും ഭംഗിയായിട്ട് നടത്തി തരുവാൻ എനിക്ക് ഭഗവാനല്ലാതെ മറ്റാരുമില്ല. ഇത് നടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നന്മയും തിന്മയും എല്ലാം ഭഗവാനെ അറിയുകയുള്ളൂ. അതുകൊണ്ട് ഭഗവാൻ തന്നെ വേണം ഇതിൻ്റെ ശരിയും തെറ്റും വേർതിരിച്ച് എനിക്ക് അനുയോജ്യമാണെങ്കിൽ, എൻ്റെ കുടുംബത്തിന് നന്മയുണ്ടാകുന്നതാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഞങ്ങൾക്കത് സാധിച്ചു തരണേ ഭഗവാനെ എന്ന് ആത്മാർത്ഥതയോടുകൂടി ഭഗവാന്റെ പത്മപാദങ്ങൾ ചേർത്ത് ഹൃദയത്തിൽ വെച്ച് അതിൽ കൂട്ടിപ്പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ സാധിച്ചു തരും നമുക്ക് വേണ്ട കാര്യങ്ങളാണെങ്കിൽ. അപ്പോൾ പിന്നീട് സാധിക്കാത്ത കാര്യങ്ങൾ, അങ്ങനെ നമ്മൾ ശരിയായിട്ടും പ്രാർത്ഥിച്ചിട്ടും അത് സാധിച്ചില്ല എങ്കിൽ അത് ഈസിയായിട്ട് വിട്ടുകളയണം. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും ആത്മാർത്ഥമായിട്ട് പൂജകൾ അല്ലെ വഴിപാടുകൾ ചെയ്തിട്ടും എനിക്കത് നടന്നില്ലല്ലോ, കിട്ടിയില്ലല്ലോ, അപ്പോൾ ഭഗവാൻ എന്ന് പറയുന്നൊരു ശക്തിയില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ പ്രാർത്ഥന കേട്ടില്ല, എനിക്ക് ആരുമില്ല എന്നുള്ള നിരാശാബോധമാണ് പിന്നെ ഉണ്ടാകുന്നത്. അങ്ങനൊരു ബോധം ഉണ്ടാകാനേ പാടില്ല. നാം ഒരു തവണയെങ്കിലും ഭഗവാനെ നാരായണ കൃഷ്ണ മുകുന്ദ എന്ന് വിളിച്ചൊരു പ്രാർത്ഥന ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭഗവാൻ എപ്പോഴേ ചെവിക്കൊണ്ട്. അപ്പോൾ അങ്ങനെ ചെവിക്കൊണ്ട ഭഗവാൻ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്നെങ്കിൽ, നമുക്കത് സാധിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അനുയോജ്യമല്ലാത്തത് കൊണ്ടാകും. ഇതിലും നല്ല കാര്യം ഭഗവാൻ നമുക്ക് വേണ്ടി ചെയ്യാനുണ്ടാകും. അല്ലെങ്കിൽ ഈ ഞാൻ അനുഭവിക്കുന്ന ഈ വിഷമം എൻ്റെ ജന്മാന്തര പാപങ്ങളുടെ ഫലമാണ്. ഈ പാപത്തിൻ്റെ ദൈർഘ്യം അല്ലെങ്കിൽ എൻ്റെ കാഠിന്യം കുറയ്ക്കാൻ എൻ്റെ പ്രാർത്ഥനകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ വേദനകൾ അല്ലെങ്കിൽ ഈ വിഷമങ്ങൾ, ഈ പ്രതിസന്ധികൾ എത്രയും വേഗം കടന്നു പോകും. എൻ്റെ പ്രാർത്ഥനകൾ അതിൻ്റെ ശക്തി കുറയ്ക്കുവാൻ, ആ കാലദോഷങ്ങളുടെ ശക്തി കുറച്ച് അതിനെ ഉരുക്കിക്കളയുവാൻ വളരെ പ്രയോജനപ്രദമായി മാറി എന്ന മനസ്സോടുകൂടി എനിക്ക് അത് ഗുണകരമല്ലാത്തത് കൊണ്ട് മാത്രമാണ് സംഭവിക്കാഞ്ഞത് എന്ന് മനസ്സോടുകൂടി, നല്ല മനസ്സോടുകൂടി അതിനെ അംഗീകരിക്കുകയാണ് പിന്നെ നാം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടാത്ത കാര്യത്തെ ചൊല്ലി നാം വേവലാതിപ്പെടേണ്ട. കിട്ടുന്നതിനെക്കുറിച്ച് അത് കിട്ടുമോ എന്നിങ്ങനെ ആലോചിച്ച് ടെൻഷനാവുകയും വേണ്ട. അതിനുവേണ്ടി ഭഗവാനോട് സമർപ്പണ ബുദ്ധിയോടുകൂടി ഭഗവാന്റെ പാദങ്ങളിൽ അത് സമർപ്പിച്ചിട്ട് സമർപ്പണ ബുദ്ധിയോടുകൂടി ബോധത്തോടുകൂടി അത് ഭഗവാന്റെ അടുക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കാര്യം ഭഗവാനാണ് നോക്കുന്നത്, നടത്തുന്നതും നടത്താതിരിക്കുന്നതും. അതിനെ ചൊല്ലിയുള്ള ടെൻഷൻ നാം നടത്തുന്നത് കൊണ്ടാണ് നമുക്ക് ആ ടെൻഷൻ വരുന്നത്. നാം അതിനെ വിട്ടുകൊടുത്തിട്ട് ഭഗവാനെ അത് എനിക്ക് നടത്തി തരാൻ അങ്ങേയുള്ളൂ, എനിക്ക് മറ്റാരുമില്ല, എനിക്കത് അനുയോജ്യമാണെങ്കിൽ, എൻ്റെ തലമുറകൾക്ക് കുടുംബത്തിനൊക്കെ നല്ലതാണെങ്കിൽ അതെനിക്ക് സാധിച്ചു തന്നാട്ടെ ഭഗവാനെ, എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തല്ലേ, എനിക്ക് വിഷമം സഹിക്കാൻ പറ്റില്ല, എന്നെ വിഷമിപ്പിക്കല്ലേ, ഈ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയുമായി അങ്ങയുടെ നാമം ജപിക്കുവാൻ, അങ്ങയെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള ഒരു മനസ്സ് തരണേ. സമാധാനമുള്ള മനസ്സിലല്ലേ എനിക്ക് അങ്ങയെ സ്ഥിരമായി വിളിക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അങ്ങ് എന്നും എൻ്റെ മനസ്സിൽ പൂർണ്ണമായി നിലകൊള്ളുവാൻ, എൻ്റെ മനസ്സിനെ സമാധാനപ്പെടുത്തി ശാന്തമാക്കി തരുവാൻ അവിടുന്ന് എന്നോട് കരുണ കാണിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി വേണം നാം ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. അത് ലഭിച്ചില്ലെങ്കിലും നമുക്കത് അനുയോജ്യമല്ല എന്ന് കരുതി സമാധാനിക്കണം. അതിൻ്റെ പിന്നാലെ പായുകയും അത് മറ്റുള്ളവരുടെ കുറ്റമാണെന്ന് പറയുകയും മറ്റുള്ളവരെ അതിനെ ചൊല്ലി പഴിക്കുകയും വീട്ടിൽ അലോഹ്യം ഉണ്ടാക്കുകയും അസന്തുഷ്ടമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും ഒന്നും ചെയ്യാൻ പാടില്ല. കഴിയുന്നതും ഒത്തിരി സംസാരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യം ശ്രമിക്കേണ്ടത്. ആവശ്യമില്ലാതെ ഇങ്ങനെ ചിലവറാന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് തന്നെ നമ്മുടെ എനർജിയെ, പോസിറ്റീവായിട്ടുള്ള എനർജിയെ നഷ്ടപ്പെടുത്തും. ഒരുപാട് സംസാരിക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം. അത് നമുക്കൊരു ഗ്രൂപ്പിൽ ചെന്ന് പെടുമ്പോഴേ അത് മനസ്സിലാവുകയുള്ളൂ. എല്ലാവരും ശാന്തമായിട്ട് നാമം ജപിക്കുന്ന ഒരേപോലെയുള്ള ഒരു മനസ്സുള്ളിടത്താണ് നമ്മൾ ചെന്ന് പെടുന്നതെങ്കിൽ അവിടെ ഈ ഒരു ബുദ്ധി അല്ലെ ഈ ഒരു ചിന്തയില്ലാത്ത കുറച്ച് പേരുണ്ടെങ്കിൽ അവർ ചെറുപറാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് തോന്നും ഇവരെന്തിനാണ് എന്ത് കാര്യത്തിനാണ് ഈ സംസാരിക്കുന്നത്, ഈ വെറുതെയുള്ള ഈ ലൂസ് ടോക്ക്, വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആർക്കാണൊരു ഗുണം? അവരുടെ എനർജി നഷ്ടപ്പെടുന്നു, മറ്റുള്ളവർക്ക് അവരുടെ മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നു, ശാന്തമായ അന്തരീക്ഷം നഷ്ടപ്പെടുത്തുന്നു. അപ്പോൾ ഈ ആവശ്യമില്ലാത്ത സംസാരം തന്നെ നമ്മുടെ ഉള്ളിൽ ഒതുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പോസിറ്റീവ് എനർജി വരും. സംസാരിക്കാനുള്ള ടെൻഡൻസി കടന്നു വരുമ്പോൾ തന്നെ നാം അതിനെ നിയന്ത്രിക്കണം. അതാണ് ആദ്യം നിയന്ത്രിക്കേണ്ട കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. മനസ്സുകൊണ്ട് അനാവശ്യമായിട്ടുള്ള സംഭാഷണമാണ് ആദ്യം നിയന്ത്രിക്കേണ്ടത്. പ്രത്യേകിച്ച് ഈ വൈശാഖ മാസത്തിൽ
നമ്മൾ ഭഗവാനിലേക്ക് വന്ന ഓരോ വ്യക്തികളും ആ ഭഗവാനെ കൂടുതൽ നന്മയോടുകൂടി തിരിച്ചറിഞ്ഞ് ഭഗവാന്റെ കർമ്മങ്ങളിൽ ഏർപ്പെട്ട് എല്ലാം നല്ല രീതിയിൽ ഈ ഒരു മാസം കടന്നു പോകുവാൻ വാക്കുകൾ പരിമിതപ്പെടുത്തുക, മനസ്സിനെ ശുദ്ധമാക്കുക, കഴിയുന്ന വ്രത തപചര്യകളൊക്കെ അനുഷ്ഠിക്കുക, പുരാണ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക, പറ്റുന്ന തീർത്ഥസ്ഥലങ്ങളിലൊക്കെ പോവുക, പുണ്യ സങ്കേതങ്ങളിലൊക്കെ പോകുവാൻ കഴിഞ്ഞാൽ അതും വലിയ പുണ്യം. ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവരെയും ഭഗവാൻ തന്നിലേക്ക് ചേർക്കുവാൻ ആഗ്രഹിക്കുന്നു. സർവവും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.